തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന വികസന സദസ്സുമായി സഹകരിക്കേണ്ടതില്ലെന്ന UDF തീരുമാനത്തിന് വിരുദ്ധമായി പുറപ്പെടുവിച്ച സർക്കുലർ വിവാദമായതോടെ നിലപാട് തിരുത്തി മുസ്ലിം ലീഗ് നേതൃത്വം. കഴിഞ്ഞ ദിവസമാണ് സർക്കുലർ പുറത്തുവന്നത്. ജില്ലയിലെ 122 തദ്ദേശ സ്ഥാപനങ്ങളിൽ 96 എണ്ണവും UDF ആണ് ഭരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന വികസന സദസ്സുമായി മുന്നണി സഹകരിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടി UDF കൺവീനർ അടൂർ പ്രകാശ് സർക്കുലർ ഇറക്കിയിരുന്നു. കൃത്യമായി ഫണ്ട് നൽകാതെയും വിഹിതം കുറച്ചും വൈകിപ്പിച്ചും തദ്ദേശ സ്ഥാപനങ്ങളെ LDF സർക്കാർ തകർക്കുകയാണെന്നാണ് സർക്കുലറിൽ പറഞ്ഞത്. നവകേരള സദസ്സിന് സമാനമായി ജനങ്ങൾ നൽകുന്ന നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന വികസന സദസ്സ് ധൂർത്താണെന്നും നിലപാടെടുത്തു. UDF നിലപാട് വിശദീകരിച്ച് നടക്കുന്ന ജില്ലാതല നേതൃയോഗത്തിൽ UDFന് കീഴിലുള്ള തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരെ ക്ഷണിക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിച്ചിരുന്നു. 15-നാണ് സർക്കുലർ UDF ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്ക് അയച്ചത്. ഇതിനു ഘടകവിരുദ്ധമായി പരിപാടിയുമായി സഹകരിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം വന്നത് കഴിഞ്ഞ ദിവസമാണ്. നാം സഹകരിക്കില്ലെന്ന് പറഞ്ഞാലും സർക്കാർ സെക്രട്ടറിമാരെ ഉപയോഗിച്ച് ഇത് നടപ്പാക്കും. ഇത് CPM പരിപാടിയായി മാറുകയും സർക്കാരിന്റെ നേട്ടങ്ങൾ മാത്രം ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുകയും തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്ന പരിപാടിയായി ഇത് മാറും. അതിനാൽ UDF ഭരണമുള്ള പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പ്രവർത്തകരെയും പൊതുജനത്തെയും പരമാവധി പങ്കെടുപ്പിച്ച് അവസരം അനുകൂലമായി ഉപയോഗപ്പെടുത്തണമെന്നായിരുന്നു P. അബ്ദുൽ ഹമീദ് MLA ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പുറത്തിറക്കിയ സർക്കുലറിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇത് വിവാദമായതോടെയാണ് 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനായി സദസ്സുകൾ സംഘടിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടതെന്ന വിശദീകരണവുമായി ലീഗ് രംഗത്തെത്തിയത്. അതിന് പറ്റിയൊരു സംഭവം വിചാരിച്ചാൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞങ്ങൾ ജില്ലാ കമ്മിറ്റി കൂടിയത്. കഴിഞ്ഞ ഞായറാഴ്ച ഞാനത് കഴിഞ്ഞ ഉടനെ തന്നെ തിങ്കളാഴ്ച നിയമസഭ ഉണ്ട്. എനിക്ക് തിങ്കളാഴ്ച നിയമസഭയിൽ ഞാനത് ഓഫീസിലേക്ക് ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ പോയത്. അതിൽ വന്ന ഒരു ചെറിയ ക്ലരിക്കൽ എററായി എന്നുള്ളതിൽ കവിഞ്ഞതിന് വേറെ യാതൊരു ഇതും സർക്കാരിൻ്റെ സദസ്സുമായിട്ട് ഈ സദസ്സിന് യാതൊരു ബന്ധമല്ല. ഞാൻ പറയട്ടെ, ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗ് കൂടി അതിൻ്റെ ഭാഗമാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്ക് പുറത്തേക്ക് വിട്ടതാണ്. നിങ്ങളെ ചാനൽ കൂടി പുറത്തു വന്നതാണ്. അത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം എന്നുള്ള നിലക്ക് ഞങ്ങൾ ആവിഷ്കരിച്ചൊരു പരിപാടിയാണ് ഈ വികസന സദസ്സ് എന്നുള്ളത്. ആ വികസന സദസ്സിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതികളെ പരിപാടി ജനങ്ങളിൽ എത്തിക്കുക. ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന ഈ തരത്തിലുള്ള നെറുകിട പ്രവർത്തനങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക. ഇതൊക്കെയാണ് ഞങ്ങൾ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. സമ്മതിക്കുമോ? അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. നമ്മളെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് തിരക്ക് പിടിച്ചുകൊണ്ട് ഞായറാഴ്ച മീറ്റിംഗ് കഴിഞ്ഞ് എനിക്ക് രാത്രി വണ്ടിക്ക് തിരുവനന്തപുരം പോകണം, നിയമസഭയിൽ പോകണം. അതുകൊണ്ട് ചെറിയ ക്ലരിക്കൽ എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തം എനിക്കുണ്ട്. അല്ലാതെ കേരളത്തിൽ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആവിഷ്കരിക്കുന്ന വികസന സദസ്സ് ഞങ്ങളുടെ സദസ്സുമായിട്ട് യാതൊരു ബന്ധമല്ല. ഇത് ഞങ്ങളുടെ പദ്ധതികളും ഞങ്ങളുടെ പരിപാടികളും ഞങ്ങൾ ആവിഷ്കരിച്ച നൂതനമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ സദസ്സ് കൊണ്ട് മുസ്ലിം ലീഗ് ഐക്യ ജനാധിപത്യ മുന്നണി ലക്ഷ്യമിടുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കേഡേഴ്സ് മീറ്റ് ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. ഇത്തരം പരിപാടികളുടെ തുടർച്ചയായി വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ പരിപാടി സംഘടിപ്പിക്കുന്നത് സർക്കാരിന്റെ വികസന സദസ്സിനെ പിന്തുണയ്ക്കലാകുന്നത് എങ്ങനെയെന്ന് P. അബ്ദുൽ ഹമീദ് MLA ചോദിച്ചു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, pride of generations. India, Oman, Bahrain.